എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ എല്ലാവരും നല്ല ഉഷാറായി തന്നെ നാളെ കെമിസ്ട്രി എക്സാം എഴുതാൻ കാത്തിരിക്കുകയാണെന്ന് സാറിന് അറിയാം. ഓക്കെ, നിങ്ങളോട് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ വളരെ ഭംഗിയായി തന്നെ നമ്മൾ ഒരുപാട് ലൈവുകളിലൂടെയും ഒരുപാട് ക്ലാസ്സുകളിലൂടെയും നമ്മൾ തന്നതാണ്. എങ്കിലും ഈ ചാപ്റ്ററിന് വളരെ കോർ ആയിട്ടുള്ള കുറച്ച് ഏരിയകൾ നമ്മൾ ഇനി വീഡിയോയിൽ ചർച്ച ചെയ്യണം. മറക്കരുത്, ഇന്ന് നടക്കുന്ന മെയിൻ ലൈവില്, പ്രധാനപ്പെട്ട മാരത്തോൺ ലൈവില് നിങ്ങൾ വരേണ്ടതുണ്ട്. കാരണം ഇതിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കുറെ പോയിന്റ്സ് നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് എളുപ്പമുള്ള കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് പീരിയോഡിക് ടേബിൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത്? പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചർ തന്നെയാണ് ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ സ്ട്രക്ചറെ നമുക്ക് മൂന്നായിട്ട് അല്ലെങ്കിൽ നാലായിട്ട് അല്ലെങ്കിൽ മൂന്നായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ നമുക്ക് നോക്കണം? ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം അതുപോലെ തന്നെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഇത്രയും ഗ്രൂപ്പുകളാണ് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനിയോ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള ഇത്രയും ഗ്രൂപ്പുകളാണ് ഡി ബ്ലോക്ക് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്, സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ലാംതനോയിഡുകളും ആക്ടിനോയിഡുകളും അടങ്ങിയിട്ടുള്ള ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതായത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഏരിയ. ഇനി ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. നമുക്ക് ആദ്യമായിട്ട് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് അഥവാ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? ഗ്രൂപ്പ് 1, 2 ആൻഡ് 13 to 18. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിൽ മെറ്റൽ, മെറ്റലോയിഡ്, നോൺ മെറ്റൽ എല്ലാവരും ഉള്ളവരാണ്. അഥവാ ലോഹം, അലോഹം, ഉപലോഹം എല്ലാവരും ഉള്ള ഒരു ഗ്രൂപ്പുകളാണ് ഈ കാണപ്പെടുന്നത്. ഇവരെ മറ്റൊരു പ്രത്യേകത, ഒരേ ഗ്രൂപ്പിൽ ഒരേ സ്വഭാവം കാണിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇനി മക്കൾ കേൾക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂടുതൽ പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമതായിട്ട് സിമിലാരിറ്റി ഗ്രൂപ്പിൽ കാണിക്കും, ഒരേ ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും. ഇനി മറ്റൊന്നാണ് ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ അഥവാ മെറ്റൽ, നോൺ മെറ്റൽ, മെറ്റലോയിഡ്സ് എന്നിവ ഇവരിൽ ഉണ്ടാകും. ഓക്കെ, മൂന്നാമതായിട്ട് ഇവ വ്യത്യസ്ത ഭൗതികാവസ്ഥയുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കും. അതായത് റെപ്രസെന്റ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ഇതിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അഥവാ ഖരം, ദ്രാവകം, വാതകം, ഇങ്ങനെ 3 ഭൗതികാവസ്ഥയിൽ കാണപ്പെടുന്ന ആളുകളും ഈ പറഞ്ഞ പ്രധാന ഗ്രൂപ്പ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ ഉണ്ട് എന്നുള്ളത് മക്കൾ പഠിച്ചു വെക്കാം. ഇത്രയുമാണ് നിങ്ങളുടെ പ്രധാന ഗ്രൂപ്പ് എലമെന്റ്സിൽ നിങ്ങൾ മെയിൻ പോയിന്റുകളായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഇനി മറ്റൊരു ഏരിയ ഏതാണ് മക്കളെ? വേറെ ഒന്നുമല്ല, നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു ഏരിയ ഏതാന്ന് വെച്ചാൽ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്, അഥവാ സംക്രമണ മൂലകങ്ങളാണ്. ഇവര് ആദ്യം ഇതിന്റെ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പാണ് ഇവരെ വിളിക്കുന്നത്. ഇനി ഇത് 4ാമത്തെ പീരീഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഥവാ 1ാം പീരീഡ്, 2ാം പീരീഡ്, 3ാം പീരീഡ്, 4ാമത്തെ പീരീഡ് മുതലാണ്. എന്താണ് പീരീഡ്, എന്താണ് ഗ്രൂപ്പ് എന്നുള്ളതൊക്കെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് രാത്രിയിലെ ലൈവിൽ അത് ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ചർച്ച ചെയ്യും. ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അത് കിട്ടാനുള്ള രൂപത്തിലായിരിക്കും ഇന്നത്തെ നമ്മുടെ ലൈവ് പോകുന്നത്. എല്ലാവരും മാക്സിമം ലൈവിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നോക്കിക്കുക മക്കളെ, ഓൾ ആർ മെറ്റൽസ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മളുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ്, അതല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും ട്രാൻസിഷൻ എലമെന്റ്സ്, സംക്രമണ മൂലകങ്ങൾ എന്നുള്ളത് ഒരു എല്ലാവരും ലോഹങ്ങളാണ് എന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു പ്രത്യേകത, ഇതിന് എന്തുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുക എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇന്നത്തെ ലൈവിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് എന്തായാലും എക്സാമിന് വരാൻ ചാൻസ് 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ മക്കളെ അങ്ങനെയുള്ള ചോദ്യങ്ങളും മറ്റുമൊക്കെയാണ് ഈ ബ്ലോക്കിൽ, ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. പല നിറത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കും. ഇതിൽ തന്നെ മക്കളെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ, വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ടുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അതായത് നിക്കൽ സൾഫേറ്റിൽ നിക്കൽ എന്ന ട്രാൻസിഷൻ എലമെന്റ്, സംക്രമണ മൂലകം ഉണ്ടായതുകൊണ്ടാണ് അതിന് യെല്ലോ, ഗ്രീൻ കളർ. ഇങ്ങനെ തുടങ്ങി എല്ലാ കളറുള്ളതിനും എന്തുണ്ട്? ട്രാൻസിഷൻ എലമെന്റ് ഉണ്ട്. ഇവിടെ കാൽസ്യം കാർബണേറ്റിന് കളർ ഇല്ല, വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? അതിൽ ഈ പറയുന്ന ട്രാൻസിഷൻ എലമെന്റ്, സംക്രമണ മൂലകങ്ങൾ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് മക്കളെ. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ആരുടെ? ഈ പറയുന്ന ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഓക്കെ മക്കളെ, ഇനി മറ്റൊന്ന്, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മറ്റൊരു പ്രത്യേകത കൂടി മക്കൾ പഠിച്ചു വെക്കുക. ഇവര് ഗ്രൂപ്പിലും പീരീഡിലും സെയിം നാച്ചർ കാണിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ഗ്രൂപ്പിലാണ് സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഇവരോ ട്രാൻസിഷൻ എലമെന്റ്സ് സെയിം പീരീഡിലും
സെയിം ഗ്രൂപ്പിലും എന്ത് ചെയ്യും സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും. അതെന്തുകൊണ്ടാണ്? ഇവരുടെ എല്ലാം ലാസ്റ്റ് ഷെല്ലിൽ എന്താണ് ഒരേ ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ്. അതിന്റെ കൂടുതൽ ചോദ്യങ്ങളും ഡീറ്റെയിലിംഗും ഒക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അതിലേക്ക് തന്നെ വന്നേക്കണം. ഇനി മക്കളെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ പഠിക്കാനുള്ള ആ ഒരു ഭാഗം ഏതാണെന്ന് മക്കൾക്ക് അറിയാമോ? യെസ്, ഇത്രയേ ഉള്ളൂ നമ്മളെ ചാപ്റ്റർ. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് നമ്മൾ അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അതിൽ ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും എന്ന് പറയുന്നത് എന്താണ്? ലന്താനം എന്ന് പറഞ്ഞ എലമെന്റിലെ ശേഷം വരുന്ന ആളുകളാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ടീനിയം എന്ന് പറഞ്ഞ എലമെന്റിന് ശേഷം വരുന്നവരാണ് ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട മക്കൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്, ഈ ലാന്തനോയിഡ്സിന്റെ പീരീഡ് നമ്പറുകൾ ചോദിക്കും. അതായത് ലാന്തനോയിഡുകൾ വരേണ്ടത് 6ാമത്തെ പീരീഡിലാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ആക്ടിനോയിഡുകൾ വരുന്നത് 7ാമത്തെ പീരീഡിലാണ്. അതും മക്കൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പൊ ലാന്തനോയിഡുകളുടെയും ആക്ടിനോയിഡുകളുടെയും പേരുകൾ മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ പീരീഡുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ലാന്തനോയിഡ് ഏത് മുതൽ ഏത് വരെയാണ്? ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആളുകളെയാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആളുകൾ. ഇവരെ പൊതുവെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റയർ എർത്ത്, അഥവാ നമ്മൾ മലയാളമാണെങ്കിലും മക്കൾ അങ്ങനെ തന്നെ എഴുതണം. ലാന്തനോയിഡുകളെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് റയർ എർത്തുകൾ എന്നുള്ളത്. റയർ എർത്തുകൾ എന്നും വിളിക്കാറുണ്ട്. അപ്പൊ മക്കളെ, റയർ എർത്തുകൾ അല്ലെങ്കിൽ റയർ എർത്ത്സ് എന്നുള്ളത് ആരുടെ പേരാണ്? ലാന്തനോയിഡ്സിന്റെ ജനറൽ നെയിമാണ്. മക്കൾ പഠിച്ചു വെക്കുക. ലാന്തനോയിഡിനെയും ആക്ടിനോയിഡിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരെന്താണ്? അത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്, അന്തസംക്രമണ മൂലകങ്ങൾ എന്നാണ്. ഇവർ രണ്ടാളും കൂടി വിളിക്കുന്നതാണ്. ഇനിയോ ലാന്തനോയിഡ്സിനെ മാത്രം വിളിക്കുന്ന പേരാണിത് റയർ എർത്ത്സ് എന്നുള്ളത്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തത് ആക്ടിനോയിഡ് ആണ്. 7ാമത്തെ പീരീഡ് നമ്മൾ പറഞ്ഞു. ആക്ടീനിയം മുതൽ തുടങ്ങും, അതായത് ലോറൻഷ്യം വരെയുള്ള ആ ഒരു ആളുകളെയാണ് ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇതില് യുറേനിയം എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്. ആ എലമെന്റിന് ശേഷം വരുന്ന ആളുകളൊക്കെ തന്നെയും മാൻമെയ്ഡ് ആണ്, അഥവാ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള എലമെന്റ്സ് ആണ്, ആറ്റംസ് ആണ് എന്ന് നിങ്ങൾ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ മക്കൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അത് കോർ ക്വസ്റ്റ്യൻസ് ആയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കോർ ക്വസ്റ്റ്യൻസ് മാത്രം അണിനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ലൈവ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ലൈവ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നാളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിലേക്ക് കിട്ടേണ്ട താമസം ബാക്കി എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. ആ രൂപത്തിലായിരിക്കും ഞങ്ങൾ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളോട് ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഏത് ക്ലാസ് വേണമെങ്കിലും മക്കൾക്ക് കാണാം, പക്ഷെ ഞങ്ങൾക്കൊരു ഉറപ്പ് മാത്രമേ നിങ്ങൾക്ക് തരാനുള്ളൂ. ഞങ്ങളുടെ ലൈവ് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ എക്സാം നിങ്ങൾ പൊളിച്ചടക്കും. നിങ്ങൾക്ക് A+ നേടും എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് 40 ഔട്ട് ഓഫ് 40 തന്നെ നേടാനായിട്ട് സാധിക്കും. സോ എല്ലാവരും മാക്സിമം ആളുകളെയും കൂട്ടിയിട്ട് ലൈവിലേക്ക് വരണം മക്കളെ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് ഈ ചാപ്റ്ററിലെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്, ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്, ഇങ്ങനെ 3 ഭാഗങ്ങളാക്കി തിരിച്ച പീരിയോഡിക് ടേബിളിന്റെ ഡീറ്റെയിലിംഗ് ആണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പഠിച്ചാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിയണം. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും മക്കൾ എല്ലാവരും നമ്മുടെ ലൈവിൽ അറ്റൻഡ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് ലൈവ് കാണാം. ഓക്കെ, ഗുഡ് ബൈ.